ഹായ് എവരി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പം pH എന്ന് പറയുന്ന ഒരു ഫാക്ടർ മോണിറ്റർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. pH എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചിരുന്നത് പോലെ തന്നെ അത് നമ്മളുടെ ഒരു ഒരു മീഡിയത്തിൻ്റെ നേച്ചർ, അതായത് അത് അസിഡിക് നേച്ചറാണോ ന്യൂട്രലാണോ അതോ ആൽക്കലൈൻ നേച്ചറാണോ എന്നുള്ള ആ ഒരു മെഷർമെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് pH എന്ന് പറയുന്നത്. അപ്പം ടിപ്പിക്കലി നമ്മൾക്ക് pHൻ്റെ വാല്യൂ കിട്ടാൻ ചാൻസ് ഉള്ളത് 0 to 14 ആണ്. ഒരു 0 to 3 ആണെങ്കിൽ അതൊരു സ്ട്രോങ് ആസിഡാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡിൻ്റെ നേച്ചറിലായിരിക്കും നമ്മളുടെ ഒരു മീഡിയ. ഇനി 4 to 6 ആണെങ്കിൽ അതൊരു വീക്ക് അസിഡിക് നേച്ചറാണ്. pH 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്, അതായത് നമ്മളുടെ പ്യുവർ വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത് എപ്പോഴും 7 ആയിരിക്കും. ഇനി അത് ബിറ്റ്വീൻ 8 and 10 ആണെങ്കിൽ അതൊരു വീക്ക് ബേസാണ്. ഇനി 11 to 14 ആണെങ്കിൽ അത് സ്ട്രോങ് ബേസാണ്, അതായത് ഹൈലി ആൽക്കലൈൻ നേച്ചറായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഹെൽത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളുടെ ബയോഗ്യാസിനകത്ത് നമ്മളുടെ ഇടുന്ന ഈ വേസ്റ്റ് മെറ്റീരിയൽസിനകത്ത് നിന്ന് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മൈക്രോബിയൽ ആക്ഷൻ്റെ റിസൾട്ടായിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉള്ള മൈക്രോബിയൽ കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനകത്ത് ഷുഗർ കണ്ടൻറ്റുകളൊക്കെ കാണും. അതിനെ ആദ്യമേ ഫെർമെൻറ്റ് ചെയ്ത് ആസിഡ് ഉണ്ടാക്കും. ഈ ആസിഡിനെ പിന്നീടാണ് മെത്തനോജൻസ് ആണ് ഫൈനലി നമ്മൾക്ക് ഗ്യാസ്, അതായത് കത്തുന്ന ഗ്യാസായിട്ട് നമുക്ക് കിട്ടാൻ കാരണം ഈ ആസിഡിനെ ഈ മെത്തനോജൻസ് കൺസ്യൂം ചെയ്താണ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തനോജൻസ് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയൽ pH വേണം. ആ ഒരു pH എന്ന് പറയുന്നത് 6.8-നും 7.5-നും ഇടയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ pH എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി ഈ മെത്തനോജൻസ് pH ഇതിനേക്കാളും താന്നു പോയി കഴിഞ്ഞാൽ, അതായത് 6.8-നേക്കാളും താന്നാൽ മെത്തനോജൻസ് വർക്കാവാൻ ചാൻസ് കുറവാണ്. അവരുടെ ആ ഒരു ഐഡിയൽ കണ്ടീഷൻ ഓഫ് പെർഫോമൻസ് കുറയും. അപ്പോൾ അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് pH എന്നുള്ള സാധനം. അപ്പം pH നമ്മൾക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡൈജസ്റ്റർ ഏത് കണ്ടീഷനാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. pH മെഷർ ചെയ്യുന്നത് നമ്മൾക്ക് ഒന്നുകിൽ നമ്മളുടെ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ ലിറ്റ്മസ് പേപ്പർ നമ്മളുടെ ആ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറിക്കകത്തൊന്ന് മുക്കി നോക്കിയാൽ അതിൻ്റെ കളർ അനുസരിച്ച് അറിയാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ pHൻ്റെ ചെറിയ പെൻ കിട്ടും, അത് നമുക്ക് ഓൺലൈനിൽ കൂടെയൊക്കെ വാങ്ങാവുന്നുള്ളൂ. സോ നൗ വി വിൽ ലുക്ക് ഇൻടു ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് pH ഇൻ ബയോഗ്യാസ് പ്ലാന്റ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മൈക്രോബിയൽ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ആ ഒരു മെയിൻ്റനൻസ് ഓഫ് മൈക്രോബിയൽ ബാലൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഒരു കൺസോർഷ്യം ഓഫ് മൈക്രോബ്സിൻ്റെ ആക്ഷൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഈ ഗ്യാസ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ബേസിക്കലി നമുക്ക് ഹൈഡ്രോളിറ്റിക് ബാക്ടീരിയ കാണും, അസിഡോജനിക് ബാക്ടീരിയ കാണും. ഈ രണ്ട് ബാക്ടീരിയ കുറച്ച്, അതായത് pH കുറച്ചുകൂടെ താന്നു പോയാലും, അതായത് ഈ 6.8-നും 7.5-നും ഇടയിൽ അല്ലെങ്കിൽ അതിനൊക്കെ 6.8-നേക്കാളും താന്നു പോയാലും ദേ വിൽ വർക്ക്. പക്ഷേ മെത്തനോജനിക് ബാക്ടീരിയ അവരൊരു ന്യൂട്രൽ pH അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആൽക്കലൈനിലെ വർക്ക് ചെയ്യുള്ളൂ. അതായത് 6.8-നും 7.5-നും ഇടയ്ക്കുള്ള pH ആണ് അവരുടെ ഓപ്റ്റിമം കണ്ടീഷൻ. അപ്പോൾ ആ ഒരു pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോബിയൽ ആക്ഷൻ എല്ലാം ഒരു എഫിഷ്യൻ്റായിട്ട് നടക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. രണ്ടാമത്തേത്, ഇനിയിപ്പോൾ pH 6.5-നേക്കാളും ഒത്തിരി താന്നുപോയി. അപ്പോൾ അങ്ങനെ താന്നു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആസിഡിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകും, അതായത് മെത്തനോജൻസിൻ്റെ ആക്ഷൻ കുറയും. മെത്തനോജൻസിൻ്റെ ആക്ഷൻ കുറയുമ്പം വാട്ട് ഹാപ്പൻസ് ഈസ് ആസിഡ് അക്യുമുലേഷൻ കൂടും.
അങ്ങനെ ആസിഡ് അക്യുമുലേഷൻ കൂടുമ്പോൾ പി എച്ച് താന്നു പോകും. അപ്പം മീതെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും. മെത്തനോജൻസ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് മീതെയിൻ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഈൽഡ് കുറവായിരിക്കും. പിന്നെ ഒരു മണം നമ്മുടെ ഡൈജസ്റ്റിൽ നിന്ന് ഒരു ഫൗൾ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് വരുമായിരിക്കും, പക്ഷേ കത്തത്തില്ലായിരിക്കും. അഥവാ കത്തിയാലും വലിയ അധികം സമയം നിൽക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഒരു പക്ഷേ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അത് കത്തത്തില്ല. അത് കത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീതെയിൻ തന്നെ കിട്ടണം. പിന്നെ മൂന്നാമത്തേത്, ബയോഗ്യാസ് ഈൽഡ് നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അതായത് നമുക്ക് ഒരു സ്റ്റേബിൾ പി എച്ച് ആണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ബയോഗ്യാസിൻ്റെ ഈൽഡ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഗ്യാസ് ഈൽഡ് കുറയാൻ ചാൻസ് കുറവാണ്. അപ്പം ഡൈജസ്റ്റർ ഒരു സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് ഒരു പ്രെഡിക്റ്റഡ് ഗ്യാസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പി എച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഐ സെഡ്, നമ്മളുടെ സിസ്റ്റം എത്രമാത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അതായത് നമ്മൾ പി എച്ച് നോക്കുമ്പം ഈ 6.8-നും 7.5-നും ഇടയ്ക്കാണെങ്കിൽ വി ക്യാൻ സേ അവർ സിസ്റ്റം ഈസ് വർക്കിംഗ് ഇൻ എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. ഇനി പെട്ടെന്നൊരു പി എച്ച് ഡ്രോപ്പ് നമുക്ക് കിട്ടിയാൽ അതൊരു പക്ഷേ ഓവർ ഫീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫീഡ് സ്റ്റോക്കിനകത്ത് ആസിഡിക് നേച്ചറുള്ള മെറ്റീരിയൽസ് കാണും. അതായത് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള, അതായത് നമ്മുടെ നാരങ്ങയുടെയൊക്കെ തൊലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ, 1-2 ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ 1 കിലോയുടെയൊക്കെ തൊലി ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ പി എച്ച് ഒക്കെ പെട്ടെന്ന് തന്നെ താഴും. അത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പി എച്ച് നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് അസ് ടു ടേക്ക് പ്രിവെൻറ്റീവ് ആക്ഷൻ ഫോർ എ സിസ്റ്റം ഫെയിലിയർ. അതായത് ഒരു സിസ്റ്റം ഫെയിൽ ആവാനുള്ള അതിന് മുന്നേ തന്നെ നമുക്ക് പി എച്ച് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻസ് ഓഫ് പി എച്ച് ഇൻ എ ബയോഗ്യാസ് പ്ലാന്റ്. അതായത് ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഉണ്ടാകുന്ന പി എച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം റെഗുലറായിട്ടുള്ള മോണിറ്ററിങ്ങും, അപ്പോൾ ആ മോണിറ്ററിങ്ങിനകത്ത് നമ്മളുടെ പി എച്ച് ഈ പറഞ്ഞ ഒരു റേഞ്ചിലല്ലെങ്കിൽ, അതായത് 6.8-നും 7.5-നും ഇടയിലല്ലെങ്കിൽ നമ്മൾ അതിന് ഉള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയറിലേക്ക് പോവാതെ നമ്മൾ അതിനായിട്ടുള്ള അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരാനുള്ള നടപടികൾ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു വെരി മച്ച്.